കേരളത്തിൻ്റെ ബഡ്ജറ്റ് സമ്മേളനം അഥവാ നിയമസഭാ സമ്മേളനത്തിൽ ബഡ്ജറ്റ് ചർച്ച ചെയ്യുന്ന സമ്മേളനം തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ഈ സമ്മേളനം ഇന്നു മുതൽ തുടങ്ങി 24-ാം തീയതി വരെയുണ്ട്. അപ്പോൾ ആ 24-ാം തീയതി വരെയുള്ള സമ്മേളനത്തിൽ ആരാണ് പ്രതിരോധത്തിലാകാൻ പോകുന്നത്, ആരാണ് തീയായി മാറാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചാനൽ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഈ വീഡിയോയിൽ. അതിൽ നമുക്കറിയാം, പിണറായി വിജയനും പ്രതിപക്ഷത്തിന് 35 അംഗങ്ങളെ ഉള്ളെങ്കിൽ പോലും പിണറായി തീയായി മാറാനാണ് എല്ലാ സാധ്യതകളും എന്നുള്ളത് ഞാൻ പറയട്ടെ. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, കേവലം ഒരു മാസം കൊണ്ട് തന്നെ വി ഡി സതീശൻ സർക്കാർ വലിയ പ്രതിരോധത്തിലാവുകയാണ്. കൂടാതെ ആക്രമിക്കാനായിട്ട് ഏത് ആയുധം എടുക്കണമെന്ന് പറയുന്ന കൺഫ്യൂഷനിലാണ് പ്രതിപക്ഷം. ഇതുമാത്രമല്ല, യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ആക്രമണം മാത്രമല്ല, രാഷ്ട്രീയ പാർട്ടിക്കകത്തും മുന്നണിയിലുമൊക്കെ തന്നെ സതീശൻ ഏതാണ്ട് ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥ കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ സമ്മേളനം വളരെ പ്രത്യേകതയുള്ളൊരു സമ്മേളനമായി മാറുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഈ ഗവൺമെൻറ്റിന് ഒരു ഹണിമൂൺ പീരീഡ് ഒന്നും അനുവദിച്ചു കൊടുക്കാനായിട്ട് ആരും തയ്യാറാകില്ല. കാരണം ഈ UDFൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഓരോ ആഴ്ചയിലും ഓരോ വലിയ പ്രശ്നങ്ങളും ഓരോ നിരവധി യൂട്ടേണുകളും എടുത്തിട്ടുള്ളൊരു സർക്കാരാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇത് UDF സർക്കാർ എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്നല്ല, ഐക്യജനാധിപത്യ മുന്നണി എന്നല്ല, പകരം യൂട്ടേൺ ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്നുള്ള നിലയിലേക്ക് ആളുകൾ പേര് പോലും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിലെ ഓരോരോ വിഷയങ്ങളായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വരാം. ചിലതൊക്കെ ചിലപ്പോൾ വിട്ടുപോകാം, കാരണം നിരവധി വിഷയങ്ങളുള്ളതുകൊണ്ട്. പക്ഷേ ഏറ്റവും ആദ്യത്തെ വിഷയം എന്ന് പറയുന്നത് വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രിയായിട്ടുള്ള KPC പ്രസിഡൻ്റായിട്ടുള്ള സണ്ണി ജോസഫ്. അദ്ദേഹത്തോടെ അളിയനെ നിർമ്മിച്ചതിൽ എനിക്ക് വലിയ വിരോധമൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും അത് ഒരു വിഷയമായി മാറുകയും യഥാർത്ഥത്തിൽ ആദ്യമേ തന്നെ ഗവൺമെൻറ് യൂട്ടേൺ എടുക്കേണ്ടി വരികയും അത് രാജിവെക്കേണ്ടി വരികയും ചെയ്തു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത്, ശബരിമലയിൽ എല്ലാവരെയും തന്നെ ഞെട്ടിച്ചുകൊണ്ട്, ഈവൻ BJPയെയും CPMനെയും കോൺഗ്രസ്സുകാരെ പോലും ഞെട്ടിച്ചുകൊണ്ട് KV പ്രദീപ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡറെ അപ്പോയിൻറ്റ് ചെയ്തു. ഇല്ലാത്തൊരു സ്ഥാനം ക്രിയേറ്റ് ചെയ്ത് അവിടെ ശബരിമലയ്ക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന് വേണ്ടിയിട്ടും ഒരു സ്പെഷ്യൽ പ്ലീഡറെ അപ്പോയിൻറ്റ് ചെയ്തു. പുള്ളി പറയുന്നതിനനുസരിച്ചാണ് മറ്റുള്ള ആളുകളൊക്കെ തന്നെ കേസ് വാദിക്കേണ്ടിയിരുന്നത്. ആ KV പ്രദീപ് നേരത്തെ തന്നെ നമുക്കറിയാം ഈ സ്വർണ്ണക്കൊള്ളക്കാരുടെയൊക്കെ തന്നെ, അതായത് ഭണ്ഡാരിയുടെയൊക്കെ തന്നെ വക്കീലായിരുന്നു എന്നുള്ളത് സ്മാർട്ട് ക്രിയേഷൻസിൻ്റെയൊക്കെ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്വർണ്ണം അടിച്ചു മാറ്റി എന്ന് പറയുന്ന സ്മാർട്ട് ക്രിയേഷൻസിൻ്റെയൊക്കെ പ്രദീപ് ഭണ്ഡാരിയുടെയൊക്കെ തന്നെ വക്കീലായിരുന്നു എന്നുള്ളത് മറന്നു പോകരുത്. ഇത് തന്നെ ഏറ്റവും ആദ്യം ഞെട്ടിച്ചു. അതിലും ഗവൺമെൻറ്റിന് വലിയ തിരിച്ചടിയായി യൂട്ടേൺ അടിക്കേണ്ടി വന്നു എന്നുള്ളതൊരു വാസ്തവമാണ്. കൂടാതെ ഏതാണ്ട് 131 വരുന്ന ഗവൺമെൻറ് പ്ലീഡർമാരെ നിയമിക്കുന്നതിലുമൊക്കെ തന്നെ വലിയ പ്രശ്നമുണ്ടാവുകയും ഏകാധിപത്യ സമീപനം യഥാർത്ഥത്തിൽ വി ഡി സതീശൻ ഗവൺമെൻറ് കാണിക്കുകയും ചെയ്തു എന്ന് പറയുന്ന ആരോപണമുണ്ടായി. അപ്പോൾ ഇതൊക്കെ ഓരോ തവണയും ആളുകൾ പെട്ടെന്ന് മറന്നു പോകും. അതിൻ്റെ കാരണം, ഇതിനേക്കാൾ കടുത്ത വലിയ തീരുമാനങ്ങളാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് നമ്മളെല്ലാം കണ്ടത് PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന, അത് RSSൻ്റെ അജണ്ടയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന, ആവർത്തിച്ച് കഴിഞ്ഞ LDF ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന വി ഡി സതീശൻ തന്നെ PM ശ്രീ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് നടപ്പാക്കേണ്ടി വരും, നടപ്പാക്കാൻ നിർബന്ധിതരാവുകയാണ് എന്ന് പറയുന്ന കള്ളം പറയുന്നത് നമ്മൾ കേട്ടു. കൂടാതെ 94 കോടി രൂപ അതിൻ്റെ ഭാഗമായിട്ട് കൈപ്പറ്റിയിരിക്കുന്നു എന്ന് പറയുന്ന അടുത്ത കള്ളം പറഞ്ഞു. മൂന്നാമത്തെ കള്ളം എന്ന് പറയുന്നത് ഗവൺമെൻറ് അത് റദ്ദാക്കാനുള്ള കത്തയച്ചിട്ടില്ല എന്നുള്ളതാണ്. റദ്ദാക്കിയില്ല എന്നുള്ളത് ശരിയാണ്, പക്ഷേ അത് മരവിപ്പിക്കാൻ പറഞ്ഞ് കത്തയച്ചു. അത് തന്നെ തുടർന്നുകൊണ്ട് പോയിരുന്നെങ്കിൽ 2027 ഈ പദ്ധതി അവസാനിപ്പിക്കുമായിരുന്നു. പക്ഷേ ഇതൊക്കെ തന്നെ ഏകപക്ഷീയമായി വി ഡി സതീശൻ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇതിൻ്റെ പഴി ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടി വന്നതും ഇപ്പോഴും സമ്മർദ്ദത്തിലായേക്കുന്നതും യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിൻ്റെ KM ഷാജി ആണെങ്കിൽ ആവേശത്തോടുകൂടി അതിഗംഭീരമായിട്ടുള്ളൊരു പ്രസംഗം തട്ടിവിട്ടു. കാരണം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ PM ശ്രീ എടുത്ത് ചവറ്റുകൊട്ടയിലിടുമെന്നും, കൂടാതെ നെഹ്റുവും ഗാന്ധിജിയും ഒക്കെ ഇറങ്ങിപ്പോയ PM ശ്രീ ഞങ്ങൾ അറബിക്കടലിൽ എറിയുമെന്നും, അങ്ങനെ ഞങ്ങൾ അധികാരത്തിലേക്ക് വന്നാൽ നെഹ്റുവും ഗാന്ധിജിയും ഒക്കെ ഈ പാഠപുസ്തകങ്ങളിലേക്ക് കയറി വരും എന്നുള്ളത് കൂടി പുള്ളി പറഞ്ഞു. പക്ഷേ ലാസ്റ്റ് പുള്ളി തന്നെ പറയുന്നത് അറബിക്കടലിൽ കാണാനില്ല, ഞങ്ങൾ കളയാൻ നോക്കിയതാണ് എന്നൊക്കെ പറഞ്ഞുള്ള പല കമൻറ്റുകളൊക്കെ ഉണ്ടായി. കൂടാതെ ഒരു വാക്കൊക്കെ പിടിച്ച് നിങ്ങൾ വല്ലതും പറയണോ, അങ്ങനെ അറബിക്കടലിൽ എറിഞ്ഞാൽ തീരും, എന്തൊരു കഷ്ടമാണ് നിങ്ങളിങ്ങനെ പറയല്ലേ എന്നൊക്കെ പറയുന്ന വാചകമൊക്കെ നമ്മൾ കേട്ടു. പക്ഷേ അതിനുശേഷവും സമസ്തയുടെയൊക്കെ വലിയ ഭിന്നിപ്പുണ്ടായിരുന്നു. കാരണം PM ശ്രീയുടെ കാര്യത്തിൽ കീഴ്മേൽ മറിഞ്ഞിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഏറ്റവും ഒടുവിൽ ഇവരുടെ ഈ പറയുന്ന പോലെ വി ഡി സതീശൻ മേനോൻ ഭജൻസിലെ പ്രമുഖ അംഗങ്ങളായിട്ടുള്ള അജിംസും റാവുത്തറും വരെ മാറ്റിപ്പറഞ്ഞു. ഏറ്റവും ഒടുവിൽ നിക്കക്കള്ളിയില്ലാതെ നമ്മുടെ ഫാത്തിമ തെഹ്ലിയും അതുപോലെ തന്നെ PK നവാസും ഒക്കെ തന്നെ ഈ PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ നിലപാടെടുത്തു. എന്ന് പറഞ്ഞാൽ വാക്കും പ്രവൃത്തിയും രണ്ടാണ് എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹം തെളിയിച്ചു. അതിനൊക്കെ ശേഷമാണ് നമ്മൾ കണ്ടത് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ആ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോഴാണ് അടുത്ത തമാശ ഉണ്ടായിട്ടുള്ളത്. കാരണം ബഡ്ജറ്റിൽ
അദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ബക്കാഡി അവരൊരു പാവപ്പെട്ട ഗ്രൂപ്പാണ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, കേവലം ഇന്ത്യയിൽ നിന്ന് 3570 കോടി രൂപ വരുമാനമുള്ള, ഓൾ ഇന്ത്യ ഇൻ്റർനാഷണൽ ലെവലിൽ വെറും 43,000 കോടി രൂപ വരുമാനമുള്ള ഒരു പാവപ്പെട്ട കുടുംബമാണ്. ഒരു ഫാമിലി ഓൺഡ് ബിസിനസ്സാണ്. ക്യൂബയിലാണ് അവർ തുടങ്ങിയിട്ടുള്ളത്. അവർ സ്പാനിഷാണ് ആളുകൾ. അപ്പോൾ അവരൊക്കെ തന്നെ തുടങ്ങിയിട്ടുള്ള 1862 തന്നെ തുടങ്ങിയിട്ടുള്ളതാണ്. ഇപ്പം 170 രാജ്യങ്ങളിൽ വലിയ കച്ചവടം നടക്കുന്നൊരു ആളുകളാണ് ബക്കാഡി എന്ന് പറയുന്നത്. 200-ലധികം ബ്രാൻഡുകളുണ്ട്. അപ്പോൾ അവരൊക്കെ എല്ലാവരും കൂടി കഞ്ഞിയും അതുപോലെ തന്നെ മുളകും കൂട്ടി കഴിക്കുന്നത് കണ്ടിട്ട് അത് പറ്റില്ല, അവർ പയറോ പരിപ്പോ എന്തെങ്കിലും മേടിച്ച് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കണം നമ്മുടെ വി ഡി സതീശൻ അവർക്ക് ഒരു വലിയ ഇളവ് അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ ഇളവ് കൊടുത്തു എന്ന് പറഞ്ഞാൽ മദ്യത്തിൻ്റെ ടാക്സ് സാധാരണ 251% പക്ഷേ പുള്ളി അത് 140-ഉം 175-ഉം ഒക്കെ ആക്കി കൊടുത്തു. എന്ന് പറഞ്ഞാൽ 75-ഉം അതുപോലെ ഏതാണ്ട് 90% അവർക്ക് കുറച്ച് കൊടുത്തു. പാവങ്ങളല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട. പക്ഷേ ഇതിൽ സതീശനൊരു വലിയ കുഴപ്പം പറ്റി. ആ കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് 2 മാസം മുമ്പ് സതീശൻ പറഞ്ഞത് ഈ ബക്കാഡി നിങ്ങൾക്കൊരു കത്ത് തന്നിട്ടുണ്ട് എന്നുള്ളത് കേട്ടു, പക്ഷെ അങ്ങനെ ടാക്സ് കുറച്ച് കൊടുക്കുകയാണെങ്കിൽ അത് വലിയ അഴിമതിയായിരിക്കും, ആ അഴിമതി നിങ്ങൾ നടത്തരുത് എന്ന് പറഞ്ഞു. അപ്പം നമ്മളൊക്കെ വിചാരിച്ചു ഇത് കേരളത്തോടുള്ള വലിയ സ്നേഹം കൊണ്ട്, വലിയ പ്രതിബദ്ധത കൊണ്ട്, കേരളത്തിൻ്റെ ഖജനാവിന് വലിയ നഷ്ടം സംഭവിക്കുന്ന കാര്യമാണ്. ഏറ്റവും കുറച്ച് 600 കോടി അല്ലെങ്കിൽ ഒരു 1000 കോടിയൊക്കെ പ്രതിവർഷം നഷ്ടം വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും എന്നാണ്. അങ്ങനെയല്ല പുള്ളി ഉദ്ദേശിച്ചത്. പുള്ളി പറഞ്ഞത് അളിയാന്നിൽ ഞാൻ വന്നിട്ട് ചെയ്യാം, കാരണം ഈ അഴിമതി എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യണം എന്നുള്ളതാണ് പുള്ളി ഉദ്ദേശിച്ചത്. അങ്ങനെ പുള്ളി വന്ന് അഴിമതി ചെയ്തു. അത്തരത്തിൽ പുള്ളി യഥാർത്ഥത്തിൽ പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ഗംഭീരമായിട്ടുള്ള പണി ചെയ്തു. അപ്പോൾ ഈ പണിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വലിയ പ്രശ്നമായിട്ടുള്ളത്. ഇതിലേതാണ് ഞങ്ങൾ ഈ സഭാ സമ്മേളനത്തിൽ അടിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് എന്ന് പറയുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഈ പറയുന്ന പിണറായി വിജയൻ സാറിനുള്ളൂ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 1 മാസം കൊണ്ട് തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ ഇമേജ് വലിയ തോതിൽ ഡാമേജ് ചെയ്യപ്പെട്ടു. ഇനി ഇതെല്ലാറ്റിനും കൂടാതെ ഇപ്പോൾ എം ലിജു തന്നെ അദ്ദേഹത്തിൻ്റെ അതൃപ്തി അദ്ദേഹം പരസ്യമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഇത് ഞാൻ അറിയേണ്ട കാര്യമില്ല, പക്ഷേ എങ്കിലും ഇത്തരത്തിൽ മദ്യനയത്തിൻ്റെ ഒരു പോളിസി തീരുമാനിക്കുന്നതിന് മുമ്പ് ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ അവതരിപ്പിച്ചത് ശരിയായില്ല എന്നൊരു നിലപാട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. കൂടാതെ AICC അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാലും ഇതുപോലെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഒരു കൂട്ടുത്തരവാദിത്തം വേണം. മന്ത്രിസഭകളിലോ അല്ലെങ്കിൽ പാർട്ടിക്കകത്തോ അല്ലെങ്കിൽ മുന്നണിയിലോ ഒക്കെ ആലോചിക്കണം, എന്നിട്ടൊരു നയം നടപ്പാക്കണം എന്നുള്ളതൊക്കെ ശക്തമായി പാർട്ടിക്കുള്ളിൽ പറഞ്ഞു എന്നുള്ളതാണ്. KC വേണുഗോപാൽ അതിൻ്റെ ഭഗ്യന്തരേണ ഏതാണ്ട് പുറത്തും പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് എം ലിജുവും പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് കൈവിട്ടിരിക്കുന്നു, ജമാഅത്ത് കൈവിട്ടിരിക്കുന്നു, പാർട്ടിക്കുള്ളിലും വലിയ പ്രശ്നമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ ഈ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ക്ലീൻ ആൻഡ് ഇമേജ് ഉള്ള ഒരു നേതാവാണ് VM സുധീരൻ. അദ്ദേഹം നിസാരക്കാരനല്ല. പണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചിരുന്നപ്പോൾ ഉമ്മൻചാണ്ടിയെ കൊണ്ട് മുഴുവൻ ബാറുകളും അടപ്പിച്ച മഹാനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. KPC പ്രസിഡൻ്റ് ആയിരുന്നു. അതുപോലെ കരിമണൽ ഖനനം തന്നെ പുറത്തു കൊടുക്കാൻ, സ്വകാര്യ മേഖലക്ക് കൊടുക്കാനൊക്കെ തീരുമാനിച്ചപ്പോൾ അതിനെതിരെ വലിയ നിലപാടെടുത്ത ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്കൊക്കെ വലിയ തോതിലുള്ള ഒരു ജനസമ്മതി കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. VD സതീശനെ മുഖ്യമന്ത്രി ആയിക്കോട്ടെ എന്ന് പറഞ്ഞത് അദ്ദേഹം കൂടിയാണ്. പക്ഷേ അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം കത്തെഴുതിയിരിക്കുന്നു മുഖ്യമന്ത്രിയോട് പറഞ്ഞിരിക്കുന്നത് ഈ തീരുമാനം പിൻവലിച്ചേ തീരുവെന്നാണ്. ഏത് ബക്കാഡിക്കൊക്കെ ഈ പറയുന്ന നികുതി കുറച്ചു കൊടുത്തത്. അവർ പാവപ്പെട്ടവരൊക്കെയാണ്, അവർ മുളക് കൂട്ടി തന്നെ കഞ്ഞി കുടിച്ചോളും, താൻ പരിപ്പോ കടലയോ ഒന്നും വേവിച്ച് കൊടുക്കാൻ വേണ്ടി നിൽക്കണ്ട എന്നുള്ളതാണ് ഈ പറയുന്ന നമ്മുടെ സതീശനോട് പറഞ്ഞേക്കണത്. അതുകൊണ്ട് സതീശൻ ആകെ ഒരു ചക്രവ്യൂഹത്തിൽപ്പെട്ടിരിക്കുകയാണ്. ഇവിടെയാണ് പിണറായി തീയായി മാറാൻ ഏതെടുക്കണം ആയുധം എന്നുള്ളത് മാത്രമേ ആലോചിക്കേണ്ടതുള്ളൂ. യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണയൊക്കെ പ്രതിപക്ഷത്തിൻ്റെ പെർഫോമൻസ്, അതായത് കോൺഗ്രസും UDF ഒക്കെ പ്രതിപക്ഷത്തിരുന്നപ്പോൾ പെർഫോമൻസ് വളരെ ദയനീയമായിരുന്നു. ഏത് അടിയന്തര പ്രമേയം വന്നാലും ഞങ്ങൾ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ അവർ ഓടിക്കളയുകയായിരുന്നു. കാരണം ഇവർ വളരെ ഹോംവർക്ക് ചെയ്തിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. ഇത്തവണ അതേ ഹോംവർക്ക് ചെയ്ത് പ്രതിപക്ഷം സഭാതലത്തിലേക്ക് എത്തുമ്പോൾ യഥാർത്ഥത്തിൽ സഭ പ്രക്ഷുബ്ധമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ 1 മാസം കൊണ്ട് തന്നെ കഴിയാവുന്നത്ര ചീത്തപ്പേര് സമ്പാദിച്ച ഒരു ഭരണമായി VD സതീശൻ ഗവൺമെൻറ് മാറിയിരിക്കുന്നു. കൂടാതെ അദ്ദേഹം ഏകാധിപതിയെ പോലെ പെരുമാറുന്നു. അദ്ദേഹം മറ്റാരോടും ആലോചിക്കാതെ അദ്ദേഹം മാത്രമായി തീരുമാനങ്ങൾ എടുത്ത് പ്രഖ്യാപനം നടക്കുന്നു. മറ്റൊരു മന്ത്രിമാരും ഒരു കാര്യവും അറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി ഇത് കൂടാതെയുള്ള അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സമയത്ത് തന്നെ നമ്മുടെ ആരോഗ്യരംഗത്ത് ഇപ്പോൾ ഏതാണ്ട് 70ഓളം മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നു ഈ 10-20 ദിവസങ്ങൾ കൊണ്ട് തന്നെ. ആ സമയത്ത് ഇവിടെ മെഡിക്കൽ ഹെൽത്ത് സർവീസസിൻ്റെ ഡയറക്ടർ അവരാരാകണം എന്നുള്ളതിൽ 2 പേര് ഒരേ കസേരയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടുകയാണ്. അതിനിടയിൽ നമ്മുടെ പാവപ്പെട്ട K മുരളീധരൻ തമാശയും തഗ് ഡയലോഗുകളൊക്കെ ആയിട്ട് പോകുന്നു.
അദ്ദേഹം നേരത്തെ ഗവൺമെൻറ് സ്പെഷ്യൽ പ്ലീഡറെ വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവരുടെ തന്ത്രങ്ങളൊക്കെ അറിയാവുന്ന ഒരാൾ ഇപ്പുറത്തിരിക്കട്ടെ എന്നാണ്. പക്ഷേ പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പോഴത്തേക്കും എന്ത് ചെയ്തു, അയാൾ രാജിവെച്ച് പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു ഗവൺമെൻറ്റായി മാറുന്നു. മെഡിക്കൽ രംഗം തന്നെ കുത്തഴിഞ്ഞതാകുന്നു. ആളുകൾക്ക് പകർച്ചപ്പനി പിടികൂടുന്നു. 13,000-ലധികം പേർ പെർ ഡേ ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ആകുന്നു. ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് അങ്ങേയറ്റത്തെ പിടിപ്പുകേടിലാണ് ഈ ഗവൺമെൻറ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏത് വിഷയം എടുക്കും എന്ന് പറയുന്ന ഒരു കൺഫ്യൂഷനിൽ പ്രതിപക്ഷത്തെ എത്തിക്കാൻ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അത് മാത്രമാണ് ഭരണകൂടത്തിൻ്റെയും വി ഡി സതീശൻ ഗവൺമെൻറ്റിൻ്റെയും നേട്ടം.